നാക്കിന് എല്ലില്ല എന്ന് പറഞ്ഞ് എന്തും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കണമെന്നില്ല. സമീപകാലത്തും നടന്നുകൊണ്ടിരിക്കുന്ന പല സംഭവങ്ങളും അതിന് ഉദാഹരണമാണ്. നമുക്ക് നാക്കിന് എല്ലില്ല എന്ന് പറഞ്ഞ് ആരെയും വിമർശിക്കാനോ ആരെയും കളിയാക്കാനോ പാടില്ല. എന്നാൽ PC ജോർജിന് നാക്കിന് എല്ലില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ നാവിനെന്തോ ലൈസൻസ് കിട്ടിയ മാതിരിയാണ് അദ്ദേഹം പെരുമാറുന്നതും പറയുന്നതും. എന്താണ് ഇപ്പോൾ എല്ലാവരും കൂടി ഒതുക്കി ഒരു മൂലയ്ക്ക് ഇരുത്തിയിട്ടുണ്ട്. BJP യിലാണ് എന്ന് അദ്ദേഹം പറയുമെങ്കിലും BJP പോലും അദ്ദേഹത്തെ കാര്യമായി പരിഗണിക്കാത്ത ഒരു അവസ്ഥയുണ്ട് ഇപ്പോൾ നിലവിൽ. എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു ടെലിവിഷൻ ചർച്ചയിൽ അദ്ദേഹം നടത്തിയ മതവിദ്വേഷ പരാമർശം അത് കടന്നുപോയി. രാജ്യത്തെ മുസ്ലിങ്ങളെ ആകമാനം തീവ്രവാദികളെന്ന് ഒരു മുൻ MLA, ഒരു നിയമസഭാ സാമാജികനായിരുന്ന ആൾ, BJP യുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തുള്ള ആളൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല. മോദി സ്തുതിയും അമിത്ഷാ സ്തുതിയും ഒക്കെ PC ജോർജിനാകാം. പക്ഷേ അതിൻ്റെ മറവിൽ അതിൻ്റെ തണലിൽ നിന്ന് രാജ്യത്തെ മുസ്ലിങ്ങളെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്ന പരാമർശം അദ്ദേഹം നടത്തിയത് തെറ്റായിപ്പോയി എന്നതാണ് വാസ്തവം. അതിന് അദ്ദേഹം ഖേദപ്രകടനമൊക്കെ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്. എതിർവശത്തിരുന്ന മുസ്ലിം ലീഗ് നേതാവോ അല്ലെങ്കിൽ UDF നേതാവോ തന്നെ ഇങ്ങനെ പ്രകോപിപ്പിച്ചത് കൊണ്ടാണ് താൻ അങ്ങനെ പറയേണ്ട സാഹചര്യം ഉണ്ടായത്. മുസ്ലിം സഹോദരങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. എന്നാൽ എൻ്റെ ഈ പോസ്റ്റിന് താഴെ വന്ന് അനാവശ്യ കമൻ്റ് ഇടുന്ന ആളുകളൊക്കെ അവന്മാരെ തന്നെയാണ് ഞാൻ തീവ്രവാദികളെന്ന് വിളിച്ചതെന്നാണ് PC ജോർജിൻ്റെ മറ്റൊരു പോസ്റ്റ്. അതിനെതിരെ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ വാഹിദ് രംഗത്തെത്തിയിട്ടുണ്ട്. അബ്ദുൽ വാഹിദ് പറയുന്നത്, പല തവണ PC ജോർജ് ഇത് ആവർത്തിക്കുന്നു, മുസ്ലിം വിദ്വേഷം വച്ചുപുലർത്തുന്നു, മുസ്ലിങ്ങൾ സമുദായത്തിന് നേരെ വിഷം തുപ്പിക്കൊണ്ടേയിരിക്കുന്നു ഈ PC ജോർജിനെതിരെ ഒരിക്കൽ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ പോലീസ് തയ്യാറായില്ല. പിന്നീട് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഉൾപ്പെടെയുള്ള സംഘടനകളുടെ പോലീസ് സ്റ്റേഷൻ മാർച്ചൊക്കെ നടത്തേണ്ടി വന്നു PC ജോർജിനെതിരെ കേസെടുക്കാൻ. എന്നാൽ ഇപ്പോൾ ഇത്രയും സമയം കഴിഞ്ഞിരിക്കുന്നു, ടെലിവിഷൻ ചർച്ച കഴിഞ്ഞ് ഇത്രയും മണിക്കൂറുകൾ കഴിയുമ്പോഴും PC ജോർജ് വിലസി നടക്കുകയാണ്. മുസ്ലിം വിദ്വേഷം വീണ്ടും പ്രചരിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ FB പേജ് വായിച്ചാൽ തന്നെ അതൊക്കെ അറിയാൻ പറ്റും. ഈ വിദ്വേഷത്തെ എന്തുകൊണ്ട് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നു? സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ വേണമെന്ന് വെച്ചാൽ അറസ്റ്റും റിമാൻഡും ഒക്കെ നിമിഷങ്ങൾക്കുള്ളിൽ നടക്കുമെന്ന്, അല്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ നടക്കുമെന്ന് കഴിഞ്ഞ ദിവസമുണ്ടായ ചില സംഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടെന്നും അബ്ദുൽ വാഹിദ് ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെ സർക്കാർ വിചാരിച്ചാൽ നടക്കും. പക്ഷേ സർക്കാർ ഇവിടെ എന്തുകൊണ്ട് മുസ്ലിം വിദ്വേഷത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, മുസ്ലിം വിദ്വേഷത്തെ എന്തുകൊണ്ട് സർക്കാർ അനുകൂലിക്കുന്നു എന്നാണ് അബ്ദുൽ വാഹിദ് ചോദിക്കുന്നത്. ശരിക്കും അങ്ങനെയാണോ സംസ്ഥാന സർക്കാർ? അവരുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് അങ്ങനെയാണോ? സർക്കാരിൻ്റെ ഉദ്ദേശം അതാണോ? മുസ്ലിം വിദ്വേഷം പ്രചരിപ്പിക്കുക, മുസ്ലിങ്ങളെ അകറ്റി നിർത്തുക, ന്യൂനപക്ഷ പ്രീണനമല്ല ഞങ്ങളുടെ ലക്ഷ്യമെന്ന് വരുത്തി തീർക്കുക, അങ്ങനെ ഭൂരിപക്ഷ വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി മുന്നേറുക, അതൊക്കെയാണോ ഇടതുമുന്നണിയുടെ ലക്ഷ്യമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത്തരം കാര്യങ്ങളിൽ. മതവിദ്വേഷം ചീറ്റുന്നത് എന്തിനാണ്? മതവിദ്വേഷം ചീറ്റുന്നതും പരസ്പരം പോരടിപ്പിക്കുന്നതും അത് തെറ്റായ സന്ദേശം നൽകുന്നതാണ്. പ്രത്യേകിച്ച് ഒരു നിയമസഭാ മുൻ സാമാജികനിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അത് പോലീസിന് പരാതി കിട്ടുമ്പോൾ ഉടനടി പരാതി സ്വീകരിക്കുകയും FIR ഇടേണ്ടതും അല്ലേ എന്നാണ് അബ്ദുൽ വാഹിദ് അഡ്വക്കേറ്റ് ചോദിക്കുന്നത്. തീർച്ചയായും PC ജോർജിൻ്റെ നാവിന് പണ്ടൊരിക്കൽ കടിഞ്ഞാണിട്ടതാണ്. എന്നിട്ട് CPM-ൽ നിന്നും UDF-ൽ നിന്നൊക്കെ കുടിയിറക്കി വിട്ടതാണ്. മുന്നണികൾക്ക് ഭീഷണിയാണ്. മുന്നണികളെ തന്നെ താറടിക്കുന്ന രീതിയിലാണ് PC ജോർജിൻ്റെ ഒറ്റയാൾ പോരാട്ടം. തോക്കൊക്കെ എടുത്ത് കർഷകരെ വെടിവെക്കാൻ പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. PC ജോർജിൻ്റെ ഈ ഗുണ്ടായിസം ഇത് മതവിദ്വേഷവുമായി മാറുമ്പോൾ അത് സംസ്ഥാനത്തെ സമാധാന അന്തരീക്ഷത്തെ തകർക്കുന്ന ഒന്നുകൂടിയാണ് മതവിദ്വേഷം ചീറ്റുക എന്നത്. ആരുടെ തണലിലായാലും കേരളത്തിൽ, മതേതര കേരളത്തിൽ, ജനാധിപത്യ കേരളത്തിൽ ഇത്തരം വാക്കുകളും പ്രവർത്തികളും അനുവദിക്കാൻ പറ്റുന്നതല്ല എന്ന് നിയമം അനുശാസിക്കുന്നുണ്ട്. അപ്പോൾ നിയമത്തിൻ്റെ വഴിയെ നീങ്ങുമ്പോൾ പോലീസ് എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്നാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൽ വാഹിദ് ചോദിക്കുന്നത്. എന്തൊക്കെയാണ്? സർക്കാരിന് താല്പര്യമുണ്ടെങ്കിൽ അറസ്റ്റും റിമാൻഡും പെട്ടെന്ന് നടക്കും. അതുപോലെ തന്നെ മുസ്ലിം വിരുദ്ധ പ്രചരണത്തിന് ഒപ്പമാണ് സർക്കാർ നീങ്ങുന്നത്. അതിൻ്റെ തെളിവാണ് ഈ PC ജോർജിൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള ഈ വർഗീയ വിദ്വേഷ പരാമർശങ്ങൾ. സമുദായത്തെ ഇത്രമാത്രം അധിക്ഷേപിച്ചിട്ടും ഇതുവരെ കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. മുമ്പും സമാന സംഭവങ്ങൾ ഉണ്ടായപ്പോൾ SI ഉൾപ്പെടുന്ന മുസ്ലിം സംഘടനകൾ മാർച്ചും ധർണയും ഒക്കെ നടത്തിയ ശേഷമാണ് PC ജോർജിനെതിരെ കേസെടുത്തതെന്ന് അവർ വാദിക്കുന്നു. ഇത് തീർച്ചയായും വലിയ ഒരു സംഭവം തന്നെയാണ്. PC ജോർജിനെതിരെ അച്ചടക്ക നടപടി എന്നതുപോലെ പോലീസ് കേസെടുക്കണം എന്നാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പ്രസിഡന്റ് അബ്ദുൽ വാഹിദ് അദ്ദേഹത്തിൻ്റെ FB കുറിപ്പിൽ പറഞ്ഞു വയ്ക്കുന്നത്.